നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ളതാണ്. അത് പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളാണ് പ്രത്യേകം ഇത് ശ്രദ്ധിക്കേണ്ടത്. AMH അല്ലെങ്കിൽ ആൻറ്റി മുലേറിയൻ ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സ്ത്രീകളുടെ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് AMH നന്നായിട്ടുണ്ടെങ്കിൽ എഗ്സ് ഒക്കെ നന്നായിട്ടുണ്ട് എന്നുള്ള ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നൊക്കെയാണ്. അത് AMH കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണ്ടങ്ങൾ അല്ലെങ്കിൽ ഈ എഗ്സ് റിമൈനിങ് ആയിട്ടുള്ളത് വളരെ കുറവാണെന്നുള്ളതും കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കേണ്ടത്. PCOD ഉള്ളവരൊക്കെയാണ് പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ടത്. PCODയുടെ കേസിലൊക്കെ ഇത് കുറഞ്ഞു വരാറുണ്ട്. അതുപോലെ തന്നെ AMH ബ്ലഡിലാണ് കേട്ടോ കണ്ടുപിടിക്കുന്നത്. അത് ഒത്തിരി ആൾക്കാർ ചോദിക്കും, എപ്പോഴാണ് ഇതിൻ്റെ ബ്ലഡ് സാമ്പിൾ കൊടുക്കേണ്ടത്? കാരണം ഇവ മെൻസ്ട്രേഷനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഹോർമോണിൽ? മെൻസ്ട്രൽ പീരീഡിലോ കഴിഞ്ഞിട്ടോ മുൻപോ അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിലോ ഈ ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദി സൈക്കിൾ എല്ലാ ദിവസവും ഇത് ഏകദേശം ഒരേപോലെ തന്നെയാണ് AMH ഹോർമോൺ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബ്ലഡ് സാമ്പിൾ ഏത് സമയം വേണമെങ്കിലും കൊടുത്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് AMH കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് PCOD ഉള്ളവരും കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മാരീഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു കൺസേൺ വരുന്നത്, AMHന്റെ കുറവ് മൂലം ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് നാച്ചുറലി കൂട്ടാൻ, ഈ ആൻറ്റി മുലേറിയൻ ഹോർമോൺ അല്ലെങ്കിൽ AMH നാച്ചുറലി കൂട്ടാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്ന് ചോദിക്കാറുണ്ട്. അതെ, ഇത് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ ചില മെഡിസിൻസും ഉണ്ട്. ആയുർവേദത്തിൽ പ്രത്യേകിച്ച് AMH ഇൻക്രീസ് ചെയ്യാനുള്ള മെഡിസിൻസ് ഉണ്ട്. ഘൃതങ്ങൾ അല്ലെങ്കിൽ നെയ്കളുണ്ട് പ്രത്യേകതരം, അതുപോലെ പൊടികളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചെറിയ കുറവൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുന്നതാണ്. ഇതിൽ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വൈറ്റമിൻ D കറക്റ്റ് ആണോ എന്നുള്ളത് നിർബന്ധമായിട്ടും നോക്കി വെക്കുക. ഇനി വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ തീരെ കുറച്ചേ കുറവുള്ള ഉണ്ടെങ്കിൽ അതിനുള്ള മെഡിസിൻസ് എടുക്കുക, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക എന്നുള്ളത് ചെയ്യേണ്ടതാണ്. അപ്പോൾ വൈറ്റമിൻ D അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ കുറവായതുകൊണ്ട് വൈറ്റമിൻ Dക്ക് വേണ്ടിയിട്ട് സപ്ലിമെന്റ്സ് തന്നെ എടുക്കണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് ബെറീസ്. എല്ലാ ബെറീസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ബ്ലൂബെറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. സ്ട്രോബെറി കഴിക്കുന്നത് നല്ലതാണ്. റാസ്ബെറി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്ത് തരമുള്ള മൾബറീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ബെറീസ് എല്ലാം തന്നെ AMH കൂട്ടാൻ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം, മുരിങ്ങയില ആവട്ടെ, അതുപോലെ തന്നെ ചീരയാവട്ടെ, ചായമൻസ എന്ന് പറഞ്ഞ ഇലയാവട്ടെ, പച്ച ചീര ഉണ്ടല്ലോ, ചുവന്ന ചീര, അങ്ങനത്തെ ഏത് തരം ചീരകളും, അത് പാലക്ക് പോലത്തെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും AMH ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോളിക് ആസിഡ് നിർബന്ധമായിട്ടും കറക്റ്റായിട്ടും കഴിക്കേണ്ടതാണ്. അതൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കാൻ പറ്റും. നട്ട്സും സീഡ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അതിൽ തന്നെ സൺഫ്ലവർ സീഡ് നമുക്ക് നല്ലതാണ്, ബദാം നല്ലതാണ്, കാഷ്യൂനട്ടും വാൾനട്ടും ഒക്കെ ഈ ഒരു AMH കൂട്ടാൻ നല്ലതാണ്. അതുപോലെ തോടുള്ള മത്സ്യങ്ങളാണ് പ്രത്യേകമായിട്ടും കഴിക്കണം എന്നുള്ളത്. അതുപോലെ ആയുർവേദത്തിൽ 3 ഡ്രഗ്സ് അല്ലെങ്കിൽ 3 മരുന്നുകളാണ് മെയിനായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. അശ്വഗന്ധ, മുക്കുര നമുക്ക് എല്ലാവർക്കും അറിയാം. അശ്വഗന്ധ ഉപയോഗിക്കുന്നുണ്ട്, ശതാവരി ഉപയോഗിക്കുന്നുണ്ട്, ഗോക്ഷൂര എന്ന് പറയുന്ന ഒരു മരുന്ന്, അതായത് ഞെരിഞ്ഞിൽ, ഇവ ഉപയോഗിക്കുന്നുണ്ട്. ഇവ 3ന്റെ കോമ്പിനേഷൻ AMH നന്നായിട്ട് കൂട്ടുകയും, അതുപോലെ തന്നെ അശോകാരിഷ്ട അല്ലെങ്കിൽ അശോകം എന്ന് പറയുന്ന മരുന്നും ഇതിൽ പ്രത്യേകമായിട്ടും കണ്ടീഷൻ നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ AMHന് നല്ല ഒരു കൂടുകയും നല്ല റിസൾട്ട് ഉണ്ടാവുകയും കൺസീവ് ആവാനുള്ള ബുദ്ധിമുട്ട് മാറുകയും ചെയ്യുന്നു. അപ്പം PCOD ഉള്ള ആൾക്കാരും കൺസീവ് ആവാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും AMH നോക്കിയിട്ട് ബ്ലഡ് സാമ്പിളിൽ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.